അപകടത്തെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ വലിയൊരു അപകടമാണ്. വലിയ രീതിയിൽ തന്നെ ആൾനാശം, അതായത് ആളുകളെ അത് വലിയ തോതിൽ ബാധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ കണക്കും മറ്റു വിവരങ്ങളും, അപ്പം ഈ വിമാനത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സ്ഥിരീകരിച്ച വിവരം, ഈ എങ്ങനെ അപകടം ഉണ്ടായി എന്നുള്ള ടേക്ക് ഓഫിനിടെ എന്നുള്ള കാര്യം നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പോലും എങ്ങനെ വിമാന അപകടം ഉണ്ടായി എന്നുള്ള വിവരമാണ് നമുക്കിനി നിലവിൽ ലഭിക്കാൻ ബാക്കിയായിട്ടുള്ളത്. അതായത് വിമാനത്തിന്റെ പിൻഭാഗം ഈ മരത്തിലൊക്കെ തന്നെ ഇടിച്ചു, അല്ലെങ്കിൽ ആ മരക്കൂട്ടത്തിൽ ഈ ഇതിന്റെ വിമാനത്താവളത്തിന് സമീപത്തെ മരക്കൂട്ടത്തിലൊക്കെ ഇടിച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടി ചില ദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായിട്ടും നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ടേക്ക് ഓഫിന് പിന്നാലെ ഇത്തരത്തിൽ മരക്കൂട്ടത്തിനെല്ലാം തന്നെ ഇതിൻ്റെ ടെയിൽ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നത്. ടെയിൽ സ്ട്രൈക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ അപകടത്തിലേക്കും വിമാനത്തിൻ്റെ നിയന്ത്രണം തെറ്റി അത് താഴെ വീണ് പൊട്ടിത്തകരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. എന്തായാലും നിയന്ത്രണം തെറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം അതിനോടകം മനസ്സിലാക്കുന്നുണ്ട്. അതായത് ടേക്ക് ഓഫിൻ്റെ തന്നെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അത് വിമാനത്തിൻ്റെ നിയന്ത്രണം തെറ്റിയിട്ടുണ്ട്. അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഗ്ലിച്ചാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ 242 യാത്രികർ ഉണ്ടായിരുന്നു, യാത്രക്കാരുണ്ടായിരുന്നു, ഈ ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായ ഇൻഫർമേഷൻ ലഭ്യമാകുന്നത്. പ്രാഥമിക വിവരങ്ങളാണ്, അതായത് അത് സ്ഥിരീകരിക്കപ്പെട്ടില്ല. ഇനി സ്ഥിരീകരിക്കേണ്ടത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഒപ്പം DGC അടക്കമുള്ള ഒഫീഷ്യൽ ഏജൻസികളാണ്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 242 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അപകടത്തിന്റെ വ്യാപ്തി കൂടുതലാണോ അനുമാനിക്കാമോ അർജുൻ? വിവരങ്ങൾ അനുസരിച്ച് ഈ 133 എന്നുള്ള കണക്ക് ആദ്യം വന്നിരുന്നു, പിന്നീട് 142 എന്നുള്ള കണക്ക് എന്തായാലും വന്നിരുന്നു. നിലവിൽ എത്ര പേര് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തായാലും ഒരു സ്ഥിരീകരിച്ച കണക്ക് ഇനിയും പുറത്ത് വന്നിട്ടില്ല. വലിയ തോതിൽ ആളുകൾ ഉണ്ടായിരുന്നു. കാരണം നോക്കൂ, 250-ലധികം യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വിമാനം, വലിയ വിമാനം, ബോയിങ്ങിൻ്റെ 787 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഔദ്യോഗിക കണക്കാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം ഇപ്പോഴും ആയിട്ട് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതായത് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ വിമാനം തകർന്നിട്ട്. എന്തായാലും കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള സ്ഥിരീകരിച്ചിട്ടുള്ള കണക്കുകൾ വൈകാതെ തന്നെ ലഭിക്കും. അതിനുശേഷമായിരിക്കും അതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത എന്തായാലും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നൽകാനാവുക. പ്രജേഷ്, എന്തായാലും വലിയ അപകടം തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്.